Find the slope of the cardioid. Find the slope of the cardioid. R is equal to 1 minus cos theta. R is equal to 1 minus cos theta at the point. Find the slope of the cardioid. Find the points of the cardioid. Find the points of the cardioid. Find the points of the cardioid. R is equal to 1 minus cos theta, at which there is horizontal tangent line, vertical tangent line, or a singular point. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഞാനിത് കുറച്ച് ചോദിച്ച് കണ്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ചെയ്യാനുണ്ട് താൻ. നോക്കുക, കാർഡിയോയിഡ് R is equal to 1 minus cos theta ഫോർമുല തന്നിട്ടുണ്ട്. നമുക്ക് ഇയാളുടെ ടാൻജന്റ് ലൈൻ എപ്പോ ഹൊറിസോണ്ടൽ ആവുന്നു, എപ്പോ വെർട്ടിക്കൽ ആവുന്നു, എപ്പോ സിംഗുലർ ആവുന്നു, എപ്പോ ഹൊറിസോണ്ടൽ ആകുന്നു, എപ്പോ വെർട്ടിക്കൽ ആവുന്നു, എപ്പോ സിംഗുലർ ആവുന്നു എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. സംഭവം എല്ലാം ഈ ഹൊറിസോണ്ടൽ ടാൻജന്റ് ലൈനും വെർട്ടിക്കൽ ടാൻജന്റ് ലൈനും സിംഗുലർ ടാൻജന്റ് ലൈനും എല്ലാം ആശ്രയിച്ചിരിക്കുന്നത് സ്ലോപ്പിനെയാണ്. നമുക്ക് നേരെ ആദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് R is equal to 1 minus cos theta എന്ന് തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാം X is equal to R cos theta ആണെന്നും Y is equal to R sin theta ആണെന്നും നിങ്ങൾക്ക് അറിയാം. ഞാനിവിടെ ആറിന് പകരം ഈ വാല്യൂ എടുത്ത് കൊടുക്കുന്നു. 1 minus cos theta എന്ന് ആറിന് പകരം കൊടുക്കുന്നു, ഇൻറ്റു cos theta. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 into cos theta into cos theta cos square theta. ഇനി dx by d theta കണ്ടുപിടിക്കുന്നു. cos theta ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. ഇനി cos square theta ഡെറിവേറ്റീവ് 2 cos theta ഇൻറ്റു കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റയാണ്. മൈനസും മൈനസും കൂടെ പ്ലസ് ആകും സൈൻ തീറ്റ. കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യുന്നു. മൈനസ് സൈൻ തീറ്റ 2 cos theta സൈൻ തീറ്റ സൈൻ 2 തീറ്റയാണ്, അതുകൊണ്ട് സൈൻ 2 തീറ്റ. dx by d theta എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ. ഇനി അടുത്ത y ചെയ്യാനുള്ളതാണ്. y എന്ന് പറയുമ്പോൾ 1 minus cos theta into sin theta. 1 minus cos theta into sin theta. അപ്പൊ ഞാൻ ഇയാളെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ സൈൻ തീറ്റ വരും. 1 into sin theta വരും, മൈനസ് cos theta sin theta. ഡൺ. ഇവിടെ 2 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 2 sin theta cos theta വെച്ച് sin 2 തീറ്റ ആക്കാമായിരുന്നു. അപ്പൊ ഇല്ലാത്ത പക്ഷം നമ്മൾ അത് കൊടുക്കും. അതായത് 1/2 into 2 cos theta sin theta. അല്ലാത്ത പക്ഷെ നേരെ ഡിഫറൻഷിയേറ്റ് ചെയ്ത പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കേണ്ടി വരുവേ. അപ്പൊ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ ഞാനിവിടെ 1/2 into 2 cos theta sin theta എന്ന് എഴുതി. cos theta sin theta. അപ്പൊ പിന്നെ ഫോർമുല എന്ന് പറയുന്നത് sin theta minus 1/2 into 2 cos theta sin theta sin 2 theta. പ്രശ്നമില്ല. ഇനി നമുക്ക് dy by d theta കണ്ടുപിടിക്കാം. dy by d theta. sin theta ഡെറിവേറ്റീവ് cos theta മൈനസ് 1/2 into sin theta ഡെറിവേറ്റീവ് cos 2 theta. പിന്നെ 2 theta ഡെറിവേറ്റീവ് 2. 2 2 വെട്ടിക്കളയും. ബാക്കി cos theta മൈനസ് cos 2 theta. cos theta മൈനസ് cos 2 theta. കഴിഞ്ഞു. ഇതാണ് dx by d theta dy by d theta. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് എന്താണോ അതാണ് ഞാൻ ചെയ്തു വെച്ചേക്കുന്നത്. വീണ്ടും പറയുന്നു,
ഡി എക്സ് ബൈ ഡി തീറ്റ, എക്സ് എന്ന് പറയുന്ന ആർ കോസ് തീറ്റയാണ്, ആർ എടുത്ത് അവിടെ കൊടുക്കുന്നു, എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. y ഈക്വൽ ടു ആർ സൈൻ തീറ്റയാണ്, ആർ എടുത്ത് അവിടെ കൊടുക്കുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സംഗതി റെഡി. ഇനി നമുക്ക് സ്ലോപ്പ് വേണം. അത് dy ബൈ ഡി എക്സ് ആണ്. dy ബൈ ഡി എക്സ് എന്ന് പറയുന്നത് dy ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റയാണ്. dy ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റയാണ്. കഴിഞ്ഞു. കണ്ടല്ലോ. ഇനിയാണ് നമ്മുടെ കാര്യം ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ സിംഗുലർ പോയിന്റുകളുടെ പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അതൊന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക. ഹൊറിസോണ്ടൽ ആവുമ്പോ ഡി വൈ ബൈ ഡി തീറ്റ 0 ആകും, ഡി എക്സ് ബൈ ഡി തീറ്റ 0 ആവൂല. dy ബൈ ഡി തീറ്റ 0 ആവും, ഡി എക്സ് ബൈ ഡി തീറ്റ 0 ആവൂല. ഇതാണ് ഹൊറിസോണ്ടൽ. അപ്പോ നമുക്ക് dy ബൈ ഡി തീറ്റ കിട്ടിയതാണ്. dy ബൈ ഡി തീറ്റ കിട്ടിയതാണ്. ദാ കിടക്കുന്നു. കോസ് തീറ്റ മൈനസ് കോസ് 2 തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. കോസ് തീറ്റ മൈനസ് കോസ് 2 തീറ്റ എന്ന് പറയുന്നത് നമുക്കിവിടെ 0 ആണ്. ശരി. അപ്പൊ ഞാന് ആ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഇതെപ്പോ 0 ആകും നമുക്ക് നോക്കാം. ഇവിടെ കോസ് തീറ്റ ഇൻറ്റു കോസ് 2 തീറ്റ. ഈ കോസ് 2 തീറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ഇയാളെ സ്പ്ലിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. കോസ് 2 തീറ്റയുടെ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. കോസ് 2 തീറ്റയുടെ ഫോർമുല എന്ന് പറയുന്നത് കോസ് 2 എക്സിന്റെ ഫോർമുല എന്ന് പറയുന്നത് അയാൾക്ക് ഒരു 3 ഫോർമുലയുണ്ട്. കോസ് 2 തീറ്റയ്ക്ക് 3 ഫോർമുലയുണ്ട്. ഏത് ഫോർമുല ഉപയോഗിക്കണമെന്നാണ് കൺഫ്യൂഷൻ. അപ്പോ കോസ് 2 തീറ്റയുടെ ഫോർമുല കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. ഏത് ഫോർമുല ഉപയോഗിച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരും എന്നാണ് ഞാൻ നോക്കുന്നത്. യെസ്, ഞാനിവിടെ സൈഡിൽ എഴുതാം. കോസ് 2 തീറ്റ എന്ന് പറയുന്നത് കോസ് 2 തീറ്റ എന്ന് പറയുന്നത് 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. ഞാൻ ആ ഫോർമുലയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. It can be simplified as 2 cos square theta ഈ സിംപ്ലിഫിക്കേഷൻ ഇത്തിരി കുഴപ്പമാണ്. ശരി, ഞാൻ വേറെ രീതി ചെയ്ത് നോക്കാം. ഞാന് 2 കോസ് തീറ്റ സൈൻ തീറ്റ ആണ്. 2 കോസ് സോറി അങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ. കോസ് 2 തീറ്റ അതല്ലല്ലോ. സോറി അങ്ങനെ എഴുതാൻ പറ്റില്ല. ജസ്റ്റ് എ സെക്കൻഡ്. 1 മൈനസ് കോസ് തീറ്റ ഇൻറ്റു 1 പ്ലസ് 2 കോസ് തീറ്റ. This can be written as 1 plus 2 cos theta minus cos theta minus 2 cos square theta. ഓക്കെ, ഫൈൻ. ശരി. അപ്പൊ ഞാന് ഇവിടെ cos 2 തീറ്റയെ 2 cos സ്ക്വയർ തീറ്റ മൈനസ് 1 ഈ ഫോമിൽ കൊടുത്തു. ഇതല്ല, ഇത് ഞാൻ ജസ്റ്റ് റഫ് ആയിട്ട് ചെയ്തതാണ്. സൈഡിൽ ഇരിക്കട്ടെ. 2 cos സ്ക്വയർ തീറ്റ മൈനസ് 1 ഡൺ. ഇനി ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയാണ്. ഇവിടെ ഈ കോസ് സ്ക്വയർ തീറ്റയെ 2 കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ എന്ന് എഴുതുകയാണ്. ഈ കോസ് തീറ്റയെ 2 കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ എന്ന് എഴുതുകയാണ് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി. എന്നിട്ട് ഈ മൈനസിന് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കൊടുക്കുകയാണ്. മൈനസ് 2 കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 1 ഈക്വൽ ടു 0. പ്ലസ് 1 ഈക്വൽ ടു 0 കഴിഞ്ഞു. ഇനി ഞാന് ഇവിടെ രണ്ടിടത്ത് നിന്നും
കോസ് തീറ്റ കോമൺ എടുക്കുകയാണ് ഈ രണ്ടിടത്ത് 2 കോസ് തീറ്റ പ്ലസ് 1 ഇവിടെ ഇരിക്കട്ടെ, 2 കോസ് തീറ്റയും ഈ പ്ലസ് 1 ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ നിന്നൊരു മൈനസ് കോസ് തീറ്റയെ ഞാൻ കോമൺ എടുക്കുന്നു, മൈനസ് കോസ് തീറ്റയെ കോമൺ എടുക്കുന്നു. അപ്പൊ ബാക്കി ഇവിടെ 2 കോസ് തീറ്റയും ഇവിടെ പ്ലസ് 1. ഇപ്പൊ 2 കോസ് തീറ്റ പ്ലസ് 1 രണ്ടിടത്തും ഉണ്ട്. അപ്പൊ 2 കോസ് തീറ്റ പ്ലസ് 1നെ ഞാൻ കോമൺ എടുക്കുമ്പോ ബാക്കി ഇവിടെ 1 വരും, ഇവിടെ മൈനസ് കോസ് തീറ്റ വരും. കഴിഞ്ഞു. എനിക്ക് ഇങ്ങനൊരു ഫോമാറ്റിൽ എഴുതിയാൽ ഇയാളെ സോൾവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തത് കേട്ടോ. ഞാൻ ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തത് എനിക്ക് ഇയാളെ ഈ ഒരു ഫോർമാറ്റിൽ എഴുതിയാൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ പുള്ളിക്കാരൻ സാധാരണ ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്യണ പോലെ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കഴിയില്ല. അതാണ് ഇവിടുത്തെ കുഴപ്പം. കാരണം കോസ് തീറ്റയും കോസ് സ്ക്വയർ കോസ് 2 തീറ്റയും ആണ് ഉള്ളത്, ആംഗിൾ സെയിം അല്ല. അതാണ് കുഴപ്പം. അപ്പൊ ഞാൻ ഇവിടെ ചെയ്ത അഡ്ജസ്റ്റ്മെന്റ് ഒന്നും കൂടെ പറയാം, നോക്കിക്കും. കോസ് 2 തീറ്റ എന്ന് പറയുന്നത് ഈ ഫോമിൽ ഉപയോഗിക്കും. 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന ഫോമിൽ ഞാൻ ഇവിടെ എടുത്ത് കൊടുത്തു. അത് മാത്രമല്ല, ഈ കോസ് തീറ്റയ്ക്ക് പകരം 2 കോസ് തീറ്റ മൈനസ് 1 എന്ന് കൊടുത്തു. എന്നിട്ട് ഈ മൈനസിനെ അകത്തേക്ക് ഇടും. എന്നിട്ട് ഈ രണ്ട് ടേമിനെ ഒരുമിച്ചെടുത്തു. ഈ രണ്ട് ടേമിനെ, നടുക്കുള്ള രണ്ട് ടേമിനെ ഒരുമിച്ചെടുത്തു. 2 കോസ് തീറ്റ പ്ലസ് 1നെ ഒരുമിച്ചെടുത്തു. ഈ എടുത്ത മൈനസ് ഉള്ള രണ്ട് ടേമിൽ നിന്ന് മൈനസ് കോസ് തീറ്റ കോമൺ എടുക്കുമ്പോൾ 2 കോസ് തീറ്റ പ്ലസ് 1 വരും. അത് ഫ്രണ്ടിലും ഉണ്ട്. അപ്പൊ ആ രണ്ട് ടേമിൽ നിന്ന് 2 കോസ് തീറ്റ പ്ലസ് 1 കോമൺ എടുക്കുന്നു. ബാക്കി ഇവിടെ 1 വരും, ഇവിടെ മൈനസ് കോസ് തീറ്റ വരും. കഴിഞ്ഞു. നമുക്ക് ഈ ആള് 0 ആണ്, അതായത് ഈ രണ്ട് പ്രോഡക്റ്റ് 0 ആണ്. ഈ രണ്ട് പ്രോഡക്റ്റ് 0 ആവണമെങ്കിൽ അതിൽ ആരെങ്കിലും ഒരാളെങ്കിലും 0 ആവണം. അതായത് 2 കോസ് തീറ്റ പ്ലസ് 1 0 അല്ലെങ്കിൽ 1 മൈനസ് കോസ് തീറ്റ 0. ഇതിൽ ഏതെങ്കിലും ഒന്ന് നടക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ 2 കോസ് തീറ്റ ഈക്വൽ ടു മൈനസ് 1, അതായത് കോസ് തീറ്റ ഈക്വൽ ടു മൈനസ് 1/2. കോസ് തീറ്റ ഈക്വൽ ടു മൈനസ് 1/2. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ കോസ് തീറ്റ ഈക്വൽ ടു 1. ഇവിടെ നോക്കുകയാണെങ്കിൽ കോസ് തീറ്റ ഈക്വൽ ടു 1. കഴിഞ്ഞു. നമുക്ക് രണ്ട് സൊല്യൂഷൻ ആണ് കിട്ടിയത്. കോസ് തീറ്റ ഈക്വൽ ടു മൈനസ് 1/2ഉം കോസ് തീറ്റ ഈക്വൽ ടു 1. അപ്പൊ ഞാൻ ആ രണ്ട് കാര്യങ്ങളും അടുത്ത പേജിൽ എഴുതുന്നു. കോസ് തീറ്റ ഈക്വൽ ടു മൈനസ് 1/2 അല്ലെങ്കിൽ കോസ് തീറ്റ ഈക്വൽ ടു 1. ആദ്യത്തത് നോക്കാം. കോസ് നെഗറ്റീവായി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, കോർഡിനേറ്റ് സിസ്റ്റത്തിൽ കോസ് നെഗറ്റീവ് ആവുന്നത് ഇവിടെയും ഇവിടെയാണ്. കോർഡിനേറ്റ് സിസ്റ്റത്തിൽ കോസ് നെഗറ്റീവ് ആവുന്നത് ഇവിടെയാണ്. ഇവിടെ രണ്ട് കോസ് പോസിറ്റീവാണ്. ശരി. കോസ് തീറ്റ 1/2 ആകുന്നത് കോസ് 60 ആവുമ്പോഴാണ്. കോസ് 60 ആവുമ്പോഴാണ് നമുക്ക് 1/2 എന്ന ഉത്തരം കിട്ടുന്നത്. അപ്പൊ കോസ് 60 എത്തിക്കണം. അതും എവിടെ എത്തിക്കണം? ഈ രണ്ട് കോർഡിനേറ്റിൽ എത്തിക്കണം. നമുക്ക് വൈ ആക്സിസുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ കോസ് സൈൻ ആകുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് വൈ ആക്സിസുമായി ബന്ധപ്പെടുത്തി പറയരുത്. ഫംഗ്ഷൻ മാറിപ്പോകും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന നോക്കിക്കോ, എക്സ് ആക്സിസുമായി ബന്ധപ്പെടുത്തി. എക്സ് ആക്സിസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകേണ്ടത് പൈ മൈനസ് π/3. 60 ഡിഗ്രി. എക്സ് ആക്സിസിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരണമെങ്കിൽ പൈ പ്ലസ് π/3. പരീക്ഷിച്ച് നോക്കാം. കോസ് പൈ മൈനസ് π/3. എക്സ് ആക്സിസുമായി ബന്ധപ്പെടുത്തി പറയുന്നു, കോസ് മാറില്ല. ഇവിടെ കോസ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് മൈനസ് ആയി. ഇവിടെ കോസ് നെഗറ്റീവ് ആണ്, മൈനസ് ആയി. ബാക്കി π/3 മാത്രം. കോസ് π/3 1/2 ആണ്. അപ്പൊ മൈനസ് 1/2. സിമിലർ കേസ് ഇവിടെ പൈ പ്ലസ് π/3. എക്സ് ആക്സിസുമായി ബന്ധപ്പെടുത്തി പറയുന്നു, ഫംഗ്ഷൻ മാറില്ല. ഈ കോർഡിനേറ്റിലെ കോസ് നെഗറ്റീവ് ആണ്, നെഗറ്റീവ്. കോസ് π/3 1/2 മൈനസ് 1/2. അപ്പോ കോസ് മൈനസ് 1/2 ആകണമെങ്കിൽ ആംഗിള് പൈ മൈനസ് π/3 പൈ പ്ലസ് π/3 ആവണം. തീറ്റ ഈക്വൽ ടു പൈ മൈനസ് π/3 തീറ്റ ഈക്വൽ ടു പൈ പ്ലസ് π/3 ആവണം. അതായത് 3π മൈനസ് പൈ 2π/3. തീറ്റ ഈക്വൽ ടു 2π/3. ഇവിടെ 3π പ്ലസ് പൈ 4π/3. ഇതാണ് ആംഗിൾ.
ഇതാണ് ആംഗിൾ. ഇനി അടുത്ത കോസ് തീറ്റ ഈക്വൽ ടു 1. കോസ് 1 ആകുന്നത് π/2 കോസ് 1 ആകുന്നത് π/2 നമുക്കറിയാം. തീറ്റ ഈക്വൽ ടു π/2. തീറ്റ ഈക്വൽ ടു π/2. കോസ് പൈ ആകുന്നത് π/2 കോസ് 1 ആകുന്നത് കോസ് 1 ആകുന്നത് 0 കോസ് 1 ആകുന്നത് 0 കോസ് 1 ആകുന്നത് 0 അപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു പൈ. തീറ്റ ഈക്വൽ ടു 0 ആൻഡ് തീറ്റ ഈക്വൽ ടു പൈ ഇല്ല, പൈയിൽ -1 ആണ് ആവുന്നത്. തീറ്റ ഈക്വൽ ടു 0 മതി. അപ്പൊ ആംഗിൾ 3 2π/3 4π/3 0. ഞാൻ ഇപ്പൊ ചെയ്തതിനെ ഒന്നും കൂടെ പറയുന്നു, ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ dy/dt 0 ഇക്വേറ്റ് ചെയ്ത് അവിടെ പ്രത്യേക രീതിയിൽ അയാളെ സോൾവ് ചെയ്തു. എന്നിട്ട് എനിക്ക് വേണ്ടത് 2 cos θ + 1 0 ആവണം, അല്ലെങ്കിൽ 1 - cos θ 0 ആവണം. അവിടെ സോൾവ് ചെയ്തപ്പോൾ cos θ = -1/2 അല്ലെങ്കിൽ cos θ = 1. അത് രണ്ടും കൊണ്ടുവന്നു. എന്നിട്ട് cos θ നെഗറ്റീവ് -1/2 ആവുന്നത്. അപ്പൊ കോസ് നെഗറ്റീവ് ആവുന്നത് എവിടെയെന്ന് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ മാർക്ക് ചെയ്തു. അവിടെയാണ് ആവുന്നത്. കോസ് 1/2 തരുന്നത് 60 ഡിഗ്രിയിലാണ്, π/3 ഡിഗ്രിയിലാണ് കോസ് 1/2 എന്ന ഉത്തരം തരുന്നത്. അപ്പൊ കോസിനെ നമുക്ക് എങ്ങനെ എത്തിക്കണം? 60 ഡിഗ്രിയിൽ കൊണ്ടെത്തിക്കണം. y ആക്സിസുമായി അസോസിയേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് സൈൻ ആകും, മെനക്കേടാണ്. അതുകൊണ്ട് x ആക്സിസുമായി അസോസിയേറ്റ് ചെയ്ത് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. അതാണ് പൈ. എന്നിട്ട് പൈയിൽ നിന്ന് താഴോട്ട് 60 ഡിഗ്രിയും മുകളിലേക്ക് 60 ഡിഗ്രിയും പോയി. അതാണ് π - π/3 π + π/3. അവിടെ രണ്ടിടത്തും കൊടുത്ത് നോക്കിയപ്പോൾ -1/2 കൃത്യമായി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആംഗിൾ π - π/3 π + π/3 ആണ്, അതായത് 2π/3 4π/3. എന്നിട്ട് കോസ് തീറ്റ 1 ആവുന്നത് തീറ്റ 0 ഡിഗ്രി ആവുമ്പോഴാണ് 0 ഡിഗ്രി കഴിഞ്ഞു. നമ്മൾ നമ്മുടെ dx/dθയും കൂടെ എഴുതി. dx/dθ എന്ന് പറയുന്നത് കൃത്യമായി തന്നിട്ടുണ്ട്. -sin θ + sin 2θ -sin θ + sin 2θ. ഇവിടെ ഞാൻ dx/dθ ആദ്യം 2π/3 കൊടുക്കുന്നു. 2π/3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം sin θ ഈക്വൽ ടു 2π/3 എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് π - π/3 ആണെന്ന്. π - π/3 പ്ലസ് സൈൻ 2 × 2π/3 2 × 2π/3 സൈൻ π - π/3. ഈ കോർഡിനേറ്റിൽ π - π/3 x ആക്സിസുമായി അസോസിയേറ്റ് ചെയ്താണ് പറയുന്നത്. അതുകൊണ്ട് ഫംഗ്ഷൻ മാറില്ല, സൈൻ തന്നെ. ഈ കോർഡിനേറ്റിൽ സൈൻ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് വേറെ വ്യത്യാസമൊന്നും വരില്ല. ഇവിടെ കിടക്കുന്ന അതേപോലെ കിടക്കും. പ്ലസ് ഇൻറ്റു മൈനസ് ആണല്ലോ, അതുകൊണ്ട് ഇൻറ്റു π/3. ഇനി സൈൻ പ്ലസ് സൈൻ 2 × 2 4π/3 സൈൻ π/3 √3/2 ആണ്, അതുകൊണ്ട് അവിടെ -√3/2. ഇവിടെ 4π/3 ആണ്. 4π/3 എന്ന് പറഞ്ഞാൽ മുകളിൽ എഴുതിയിട്ടുണ്ട് π + π/3 x ആക്സിസുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അതുകൊണ്ട് ഫംഗ്ഷൻ മാറില്ല, സൈൻ തന്നെ. ഈ കോർഡിനേറ്റിൽ സൈൻ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ഇൻറ്റു π/3. സൈൻ π/3 എന്ന് പറയുന്നത് √3/2 ആണ്. അപ്പൊ -√3/2 -√3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു -√3. അത് 0 അല്ല. അതായത് dy/dθ ഈ സ്ഥലത്ത് 2π/3 0 ആവുമായിരിക്കും. പക്ഷെ dx/dθ ആ സ്ഥലത്ത് 0 ആകുന്നില്ല. നോക്കുക, dy/dθ 0 ആവുകയും dx/dθ 0 ആകാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഹൊറിസോണ്ടൽ ആകുന്നത്. അത് അനുസരിക്കുന്നുണ്ട്. അതായത് 2π/3 എന്ന് പറയുന്ന പോയിന്റിൽ ഹൊറിസോണ്ടൽ ആണ്. ശരി, വീണ്ടും ഞാൻ പറയാണ്, ശ്രദ്ധിക്കുക. നമ്മള് ഹൊറിസോണ്ടൽ അന്വേഷിച്ച് പോകുമ്പം dy/dθ 0 ആകണം, dx/dθ 0 ആകരുത്. ഇത് രണ്ടും ഉറപ്പിക്കണം. dy/dθ 0 ആകുന്ന പോയിന്റുകളെയൊക്കെ കണ്ടുപിടിച്ചു.
എന്നിട്ട് അവയെല്ലാം dx/d(θ)ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അതിൽ ആദ്യം 2π/3 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2π/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2π/3 π - π/3 ആണെന്ന് തൊട്ട് മുമ്പ് എഴുതി വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ അത് ഇവിടെ കൊടുത്തു. ഇവിടെ sin 2 × 2π/3. അപ്പൊ ഇവിടെ sin π - π/3 x ആക്സിസുമായി ബന്ധപ്പെടുത്തി പറയുന്നു. സൈൻ ഫംഗ്ഷന് മാറ്റമില്ല. രണ്ടാമത്തെ കോർഡിനേറ്റിൽ സൈൻ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇപ്പൊ ഓൾറെഡി ഉള്ള നെഗറ്റീവ് സൈൻ മാറാൻ പോകുന്നില്ല. × π/3 ഓഫ് π/3. ഇവിടെ 4π/3 വരും. 4π/3 എന്ന് പറഞ്ഞാൽ π + π/3 ആണെന്ന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് കൊടുത്തു. അവിടെയും കാര്യങ്ങളെല്ലാം ചെയ്തപ്പോ, അതായത് അത് തേർഡ് കോർഡിനേറ്റിൽ വരുന്നു. അവിടെ സൈൻ നെഗറ്റീവ് ആണ്. എക്സ് ആക്സിസുമായി ബന്ധപ്പെട്ട് പറയുന്നു ഫംഗ്ഷൻ മാറില്ല. × π/3 ഓഫ് π/3. -√3/2 -√3/2 -√3 അത് 0 അല്ല. dx/d(θ) 0 ആകുന്നില്ല. അപ്പൊ ഒരു പോയിന്റ് കിട്ടി 2π/3. ഒരു പോയിന്റ് കിട്ടി 2π/3. നൗ നെക്സ്റ്റ് θ = 4π/3 കൊടുക്കും. Therefore dx/d(θ) at 4π/3 sin 4π/3 minus sin 2 × 4π/3 2 × 4π/3 that is equal to sin 4π/3 minus sin 8π/3 sin 8π/3 കഴിഞ്ഞു. Therefore ഈ പുള്ളിക്കാരന് നിങ്ങൾക്ക് അറിയാം സൈൻ 4π/3 എന്ന് വെച്ചാൽ π + π/3 ആണ്. π + π/3. ഇയാളെ പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ സൈഡിൽ ഇയാൾ ആരാണെന്നൊന്ന് ചെയ്യുന്ന നല്ലതാണ്. 8 × 180/3 8 × 180/3 ഇവിടെ 3 വെട്ടിക്കളയുമ്പോൾ 60 വരും. 60 8 × 60 8 × 6 8 × 6 48 480 ഡിഗ്രി. 480 ഡിഗ്രി എന്ന് പറയുമ്പോൾ 360 + 120 ഡിഗ്രി. 360 + 120 ഡിഗ്രി. കുറച്ചുകൂടെ നന്നായിട്ട് പറയുകയാണെങ്കിൽ 360 + 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു 90 കൂടെ കൂട്ടുകയാണെങ്കിൽ 90 കൂടെ ഇവിടെ കൂട്ടുകയാണെങ്കിൽ 450 + 30 ഡിഗ്രി. 450 + 30 ഡിഗ്രി. 450 + 30 ഡിഗ്രി. ശരി, ഡൺ. അപ്പൊ നിങ്ങൾ നോക്കണം, 360 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. അതായത് ഒന്ന് കറങ്ങി ഇവിടെ വരും. പിന്നെയും 90 കൂടെ പോകുമ്പോഴാണ് 450 ഡിഗ്രി ആവുന്നത്. ഇവിടെ ആവുന്നത്. അപ്പൊ ഇതേ പ്ലസ് 30 ഡിഗ്രി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതേ പ്ലസ് 30 ഡിഗ്രി. അപ്പൊ സൈൻ 450 ഡിഗ്രി + 30 ഡിഗ്രി. 450 ഡിഗ്രി + 30 ഡിഗ്രി. ഞാൻ കൃത്യമായി പടം വരച്ചു. 360 ഡിഗ്രി കറങ്ങി വന്നു. വീണ്ടും ഒരു 90 ഡിഗ്രി കറങ്ങുമ്പോൾ y ആക്സിസ് വരും. എന്നിട്ട് ശരി, സൈൻ π + π/3. π + π/3 എന്ന് പറഞ്ഞാൽ തേർഡ് കോർഡിനേറ്റ് വരും. തേർഡ് കോർഡിനേറ്റിൽ സൈൻ നെഗറ്റീവ് ആണ്, മൈനസ്. എക്സ് ആക്സിസുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് ഫംഗ്ഷൻ മാറില്ല, സൈൻ തന്നെ × π/3 × π/3. ഇനി സൈൻ 450 + 30 സെക്കൻഡ് കോർഡിനേറ്റിലാണ് വന്നത്. അതുകൊണ്ട് സൈൻ മാറില്ല. ഇവിടെ ഓൾറെഡി ഉള്ള സൈൻ തന്നെ ഇടും. y ആക്സിസുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. സൈൻ കോസ് ആകും. +30 cos 30. സൈൻ π/3 സൈൻ 60 എന്ന് പറയുമ്പോൾ √3/2 ആണ്. cos 30 എന്ന് പറയുമ്പോൾ √3/2 ആണ്. -√3/2 -√3/2 -√3 not equal to 0. dx/d(θ) 4π/3 0 അല്ല. dx/d(θ) 4π/3 0 അല്ല. നമ്മുടെ ആഗ്രഹം പോലെ നടന്നു. dy/dθ 4π/3 0 ആണ്. പക്ഷെ dx/dθ 4π/3 0 അല്ല. ഇനി ഫൈനൽ സാധനമാണ് θ = 0 ഡിഗ്രി. θ = 0 ഡിഗ്രി. dx/dθ = -sin θ + sin 2θ. -sin θ + sin 2θ. ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയോ എന്നൊരു സംശയം. ഇവിടെ മൈനസ് ഉണ്ടായിരുന്നേ. ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു. ഞാനത് ഇവിടെ വിട്ട് കളഞ്ഞു. ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ് ആയിരുന്നു. ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. ഇവിടെ മൈനസ്, ഇവിടെ മൈനസും കൂടെ പ്ലസ് ആകും. ഇവിടെ അപ്പോഴും ഇവിടെ പ്ലസ്, ഇവിടെ പ്ലസ് ആയിരുന്നു.
ഇവിടെ പ്ലസ്, ഇവിടെ പ്ലസ്, ഇവിടെ പ്ലസ്. തെറ്റിപ്പോയതാണ്, സൂക്ഷിക്കുക. ഓൾറെഡി ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ് ആയിരുന്നു. അപ്പൊ അതിന്റെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം, ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇനി തീറ്റ ഈക്വൽ ടു 0, തീറ്റ ഈക്വൽ ടു 0, തീറ്റ ഈക്വൽ ടു 0, dx by d theta, തീറ്റ ഈക്വൽ ടു 0. ദാറ്റ് ഇസ് മൈനസ് സൈൻ 0 പ്ലസ് സൈൻ 2 into 0. മൈനസ് സൈൻ 0 പ്ലസ് സൈൻ 0. സൈൻ 0 0 ആണ്, 0 പ്ലസ് 0 0. ഇവിടെ നോക്കൂ, ഇവിടെ dx by d തീറ്റയും 0 ആണ്, dy by d തീറ്റയും 0 ആണ്. അത് പറ്റൂല, അത് പറ്റൂല, അത് ഹൊറിസോണ്ടൽ അല്ല, അത് പറ്റത്തില്ല, അത് ഹൊറിസോണ്ടൽ അല്ല. അപ്പോ ഹൊറിസോണ്ടൽ അറ്റ്, ഹൊറിസോണ്ടൽ അറ്റ്, ഹൊറിസോണ്ടൽ അറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു 2π/3, തീറ്റ ഈക്വൽ ടു 4π/3. തീറ്റ ഈസ് ഈക്വൽ ടു 2π/3, തീറ്റ ഈസ് ഈക്വൽ ടു 4π/3. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. ഞാൻ വീണ്ടും പറയുന്നത്, നമ്മൾ എന്താണ് ചെയ്തത് നോക്കണം. നമ്മളിപ്പോ ക്വസ്റ്റ്യന്റെ ഒരു ഭാഗമേ ആയിട്ടുള്ളൂ. എനിക്ക് ഇയാളുടെ ടാൻജന്റ് ലൈൻ, വെർട്ടിക്കൽ ലൈൻ, സിംഗുലർ പോയിന്റ് എവിടെയാണെന്ന് അറിയണം, എവിടെയാണെന്ന്. അപ്പൊ അതിനുവേണ്ടി എനിക്ക് സ്ലോപ്പ് കണ്ടേ പറ്റത്തുള്ളൂ, സ്ലോപ്പ് കണ്ടേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 3 പേരുടെയും ഡെറിവേറ്റീവ് എടുത്തു. dx by d theta, സോറി, x r cos തീറ്റ കണ്ടുപിടിച്ചു, y r sin തീറ്റ കണ്ടുപിടിച്ചു, dx by d തീറ്റയും dy by d തീറ്റയും കണ്ടുപിടിച്ചു. എന്നിട്ട് ഹൊറിസോണ്ടൽ ആവുന്ന കണ്ടീഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഹൊറിസോണ്ടൽ ആവുന്ന കണ്ടീഷൻ dy by d തീറ്റ 0 ആകണം, dx by d തീറ്റ 0 ആകരുത്. dy by d തീറ്റ 0 ആകണം, dx by d തീറ്റ 0 ആകരുത്. ഞാനിവിടെ dy by d തീറ്റ 0 ആകുന്നത് എപ്പോഴാണെന്ന് നോക്കാനാണ് പോയത്. അവിടെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കാര്യമുണ്ട്, ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. അവിടെ വെച്ച് നോക്കുമ്പോൾ 2 cos θ ഈക്വൽ ടു +1 ഉം 1 - cos θ ഈക്വൽ ടു 0. അത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് എവിടെയൊക്കെയാണ് dy by d തീറ്റ 0 ആകുന്നത് നോക്കി. ഹൊറിസോണ്ടൽ ആകണമെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും dx by d തീറ്റ 0 ആകരുത്. അത് കൺഫേം ചെയ്യാനായിട്ട് dx by d തീറ്റയിലെ ഈ കിട്ടിയ പോയിന്റുകളെല്ലാം എടുത്തു കൊടുത്തു. ആദ്യത്തെ രണ്ടും 0 അല്ല എന്ന് വന്നു, പക്ഷെ അവസാനത്തത് 0 ആയിട്ട് വന്നു. അപ്പോ അവസാനത്തെ പോയിന്റ് തീറ്റ ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ് ഹൊറിസോണ്ടൽ പോയിന്റ് അല്ല, ഹൊറിസോണ്ടൽ പോയിന്റ് അല്ല. ഹൊറിസോണ്ടൽ പോയിന്റ് ആകുന്നത് ഇവർ രണ്ടുപേരും, ഇവർ രണ്ടുപേരും. മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, ഡൺ. ഇനി അടുത്ത് വെർട്ടിക്കൽ പോയിന്റ്. വെർട്ടിക്കൽ വെർട്ടിക്കൽ ആകുന്നത് dy by d തീറ്റ 0 ആകരുത്, dx by d തീറ്റ 0 ആകണം. dx by d തീറ്റ 0 ആകണം, dy by d തീറ്റ 0 ആകരുത്. അപ്പൊ ഞാൻ dx by d തീറ്റ എടുത്തു. dx by d തീറ്റ നിങ്ങൾക്ക് അറിയാം, അത് മൈനസ് സൈൻ തീറ്റ പ്ലസ് സൈൻ 2 തീറ്റയാണ്. മൈനസ് സൈൻ തീറ്റ പ്ലസ് സൈൻ 2 തീറ്റയാണ്. അവിടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് സൈൻ തീറ്റ പ്ലസ് 2 ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ, 2 ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ. സൈൻ തീറ്റ രണ്ടിടത്തും കോമൺ എടുക്കുമ്പം സൈൻ തീറ്റ ഇൻറ്റു ഇവിടെ 2 കോസ് തീറ്റ ബാക്കി വരും, ഇവിടെ -1 ബാക്കി വരും. dx by d തീറ്റ 0 ആകണമെങ്കിൽ സൈൻ തീറ്റ ഇൻറ്റു 2 കോസ് തീറ്റ -1 0 ആവും. അതായത് ഒന്നുകിൽ സൈൻ തീറ്റ 0 ആവണം, ഇല്ല എങ്കിൽ 2 കോസ് തീറ്റ എന്ന് പറയുന്നത് 2 കോസ് തീറ്റ -1 എന്ന് പറയുന്നത് 0 ആവും. ആദ്യം തന്നെ സൈൻ തീറ്റ 0 ആവുന്ന എവിടെയൊക്കെയാണെന്ന് നോക്കാം. സൈൻ തീറ്റ 0 ആവുന്നത് നിങ്ങൾക്കറിയാം, തീറ്റ ഈക്വൽ ടു 0-യിലും തീറ്റ ഈക്വൽ ടു π-യിലും 180 ഡിഗ്രിയിലും 0 ഡിഗ്രിയിലുമാണ് എന്താവുന്നത്, ഇത് സൈൻ തീറ്റ 0 ആവും. ഇനി അടുത്ത് 2 കോസ് തീറ്റ -1 0 ആവും. അതായത് 2 കോസ് തീറ്റ ഈക്വൽ ടു 1 ആകണം, കോസ് തീറ്റ ഈക്വൽ ടു 1/2 ആവണം. കോസ് തീറ്റ ഈക്വൽ ടു 1/2 ആവണം. കോസ് തീറ്റ 1/2 ആവണം. കോസ് തീറ്റ പോസിറ്റീവ് ആവണം. ആക്സിസ് വരച്ചു. കോസ് പോസിറ്റീവ് ആവുന്നത് ഇവിടെയും ഇവിടെയാണ്. കോസ് പോസിറ്റീവ് ആവുന്നത് ഇവിടെയും ഇവിടെയാണ്.
ഇവിടെ എന്ന് പറഞ്ഞാൽ കോസ് 1/2 ആവുന്നത് നിങ്ങൾക്കറിയാം കോസ് 1/2 ആകുന്നത് എത്ര 60 ഡിഗ്രിയിലാണ്. 60 ഡിഗ്രി ഇവിടെ ഉള്ളതാണല്ലോ, നിങ്ങൾക്കറിയാം. അപ്പൊ തീറ്റ ഒരെണ്ണം കിട്ടി. തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി π/3. ഇനി താഴോട്ട് പോകണം. താഴോട്ട് പോവുക എന്ന് പറഞ്ഞാൽ 0 - π/3. 0 - π/3 അപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ 0 - π/3 എന്ന് പറഞ്ഞാൽ -π/3. 0 - π/3 എന്ന് പറഞ്ഞാൽ -π/3 കഴിഞ്ഞു. ഇവിടെ രണ്ടിടത്തുമാണ് cos തീറ്റ 1/2 ആകുന്നത്. cos തീറ്റ 1/2 ആകുന്നത് തീറ്റ ഈക്വൽ ടു π/3യും തീറ്റ ഈക്വൽ ടു -π/3. ആക്സസ് വരച്ച് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. കോസ് പോസിറ്റീവ് ആവുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് മുകളിലേക്ക് വന്നുവെച്ചാൽ 0 + π/3 1/2 ആവണമല്ലോ. π/3 ഇവിടെ 0 - π/3 കഴിഞ്ഞു. അപ്പൊ നമുക്ക് മൊത്തം 4 പോയിന്റ് കിട്ടി. 0 π/3 -π/3. ഇവിടെയൊക്കെ dy/dθ 0 അല്ല എന്ന് കൺഫേം ചെയ്യണം. ഇവിടെ ഒന്നും 0 അല്ല എന്ന് കൺഫേം ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. dy/dθ എടുക്കും. dy/dθ ഈക്വൽ ടു cos തീറ്റ മൈനസ് cos 2θ. cos തീറ്റ മൈനസ് cos 2θ. cos തീറ്റ മൈനസ് cos 2θ. ആദ്യം ഞാൻ തീറ്റ ഈക്വൽ ടു 0 കൊടുക്കും. തീറ്റ ഈക്വൽ ടു 0 കൊടുക്കാൻ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. തീറ്റ 0 ഉണ്ട്, പോയിന്റ് ഉണ്ട്. തീറ്റ ഈക്വൽ ടു 0. അപ്പൊ dy/dθ അറ്റ് തീറ്റ ഈക്വൽ ടു 0 കൊടുക്കുമ്പോ cos 0 മൈനസ് cos 2 × 0 cos 0. cos 0 മൈനസ് cos 0 0 ആയി. dy/dθ 0 ആയി. പറ്റില്ല. dy/dθ 0 ആയി പറ്റത്തില്ല. ഇനി തീറ്റ ഈക്വൽ ടു π dy/dθ തീറ്റ ഈക്വൽ ടു π കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു cos π മൈനസ് cos 2 × π cos 2π. cos π എന്ന് പറയുന്നത് -1 ആണ്. cos 2π എന്ന് പറയുന്നത് 1 ആണ്. -1 - 1 -2 നോട്ട് ഈക്വൽ ടു 0. ആ പോയിന്റ് കുഴപ്പമില്ല. തീറ്റ ഈക്വൽ ടു π കുഴപ്പമില്ല. ഇനി അടുത്ത പോയിന്റ് തീറ്റ ഈക്വൽ ടു π/3 ആണ്. തീറ്റ ഈക്വൽ ടു π/3. തീറ്റ ഈക്വൽ ടു π/3 ആവുമ്പോ dy/dθ അറ്റ് തീറ്റ ഈക്വൽ ടു π/3 cos π/3 മൈനസ് cos 2 × π/3. cos π/3 നിങ്ങൾക്കറിയാം 1/2 ആണ്. cos 2 × π/3 cos 2 × π/3 2 × 60 ഡിഗ്രി 120 ഡിഗ്രി. 2 × 60 ഡിഗ്രി 120 ഡിഗ്രി. 120 ഡിഗ്രി ആവുമ്പോ 90 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി എന്ന് എഴുതാം. 90 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി. 90 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇവിടെ കോസ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നെഗറ്റീവ് വരും. നെഗറ്റീവ് കൂടെ പോസിറ്റീവ് ആവും. y ആക്സിസുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞുകൊണ്ട് കോസ് സൈൻ ആവും. ബാക്കി 30 ഡിഗ്രി. കോസ് 30 ഡിഗ്രി 1/2 ആണ്. അതുകൊണ്ട് 1/2 + 1/2 1 0 അല്ല. 1/2 + 1/2 0 അല്ല. കഴിഞ്ഞു. ഇനി അവസാനം ഒരു പോയിന്റും കൂടെ ഉള്ളൂ. തീറ്റ ഈക്വൽ ടു -π/3. തീറ്റ ഈക്വൽ ടു -π/3. തീറ്റ ഈക്വൽ ടു -π/3. തീറ്റ ഈക്വൽ ടു -π/3 ആവുന്നത് കൊടുക്കുമ്പോൾ dx/dθ സോറി dy/dθ തീറ്റ ഈക്വൽ ടു -π/3. തീറ്റ ഈക്വൽ ടു -π/3 which is equal to cos -π/3 minus cos 2 × -π/3 which is equal to cos -π/3. cos നെഗറ്റീവിനെ അങ്ങ് എടുക്കും. നിങ്ങൾക്കറിയാം cos -θ ഈക്വൽ ടു cos θ. cos -θ ഈക്വൽ ടു cos θ. cos മൈനസിനെ അങ്ങ് സ്വന്തമായിട്ട് അങ്ങ് എടുക്കും. അപ്പോ ഇത് cos π/3 മാത്രമായി. ഇവിടെ cos 2 × -π/3 -2π/3 cos നെഗറ്റീവിനെ അങ്ങ് എടുത്തോളും. അതുകൊണ്ട് cos 2π/3.
ഈ സെയിം സാധനമാണ് നിങ്ങൾ ഇപ്പുറത്ത് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. cos π/3 മൈനസ് cos 2π/3. cos π/3 മൈനസ് cos 2π/3 അവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടേണ്ട, അത് 1 തന്നെയായിരിക്കും. അത് 1 തന്നെയായിരിക്കും. ഇതേ സാധനം 1 തന്നെയായിരിക്കും, യാതൊരുവിധ സംശയവും വേണ്ട. അപ്പോ 4 പോയിന്റ് കിട്ടി. 4 പോയിന്റിൽ 0 കൊടുത്തപ്പോൾ മാത്രം അത് 0 വന്നു, ബാക്കി എല്ലായിടത്തും 0 അല്ല. അപ്പൊ അവരെ എല്ലാം വേർട്ടിക്കലാണ്. vertical points are vertical points at theta equal to pi, theta equal to π/3, theta equal to minus π/3. theta equal to pi, theta equal to π/3, theta equal to minus π/3. Done. ഈ 3 പോയിന്റിലാണ് വെർട്ടിക്കൽ വരുന്നത്. ഇനി നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. dy by dθ 0 കൊടുക്കുമ്പോൾ 0 ആണ്. dx by dθയും 0 കൊടുക്കുമ്പോൾ 0 ആണ്. രണ്ടുപേരും 0 ആകുന്നതാണ് സിംഗുലർ പോയിന്റ്. രണ്ടുപേരും 0 ആകുന്നതാണ് സിംഗുലർ പോയിന്റ്. dx by dθ equal to 0, dy by dθ equal to 0 when theta equal to 0. Therefore, singular points are theta equal to 0. Singular point theta equal to 0. dx by dθ dy by dθ 0 ആയാലേ സിംഗുലർ പോയിന്റ് ആകത്തുള്ളൂ. അപ്പൊ സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു 0. കഴിഞ്ഞു, എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതായത് ഹൊറിസോണ്ടൽ പോയിന്റ് എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു 2π/3. 2π/3 എന്ന് പറയുമ്പോൾ 60 ഡിഗ്രിയും 60 ഡിഗ്രിയും 60 ഡിഗ്രി അല്ല 120 ഡിഗ്രിയും 240 ഡിഗ്രി 120 ഡിഗ്രിയും 240 ഡിഗ്രിയിലും ഹൊറിസോണ്ടലാണ്. ഇനി അതേസമയം വേർട്ടിക്കൽ ആവുന്നത് എത്ര? 180 ഡിഗ്രിയില് 60 ഡിഗ്രിയില് മൈനസ് 60 ഡിഗ്രി. ഇനി സിംഗുലർ പോയിന്റ് ആവുന്നത്, അതായത് ഹൊറിസോണ്ടലോ വേർട്ടിക്കലോ രണ്ടും ആകാതിരിക്കുന്നത് തീറ്റ ഈക്വൽ ടു 0. തീറ്റ ഈക്വൽ ടു 0 ഡൺ. ഇതാണ് ഈ പ്രോബ്ലം. വളരെ വലിയ ഒരു പ്രോബ്ലമാണ്. ഈ കാർഡിയോയിഡിന്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചു തന്നതാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ കാർഡിയോയിഡ് എന്ന് പറഞ്ഞാൽ ഈ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഡൺ. 120 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ 90 + 60 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വരും. 90 + 120 ഡിഗ്രി അല്ല 120 ഡിഗ്രി 90 + 60 അല്ലല്ലോ, 90 + 30 അല്ലേ? 90 + 30 ഈ ഭാഗത്തായിട്ട് വരും. 240 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തായിട്ട് വരും. അവിടെ രണ്ടിടത്തും നിങ്ങൾ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൊറിസോണ്ടലായി കാണാം. ഇനി അടുത്ത് നമ്മുടെ എന്താണ് 160 ഡിഗ്രിയും മൈനസ് 60 ഡിഗ്രി അവിടെ രണ്ടിടത്തും വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേർട്ടിക്കലായി കാണാം. ഇനി അടുത്ത 0 ഡിഗ്രി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കൂർപ്പ് വന്നിട്ടുണ്ട്. ഈ കൂർപ്പ് വരുന്ന പോയിന്റ് ആണ് സിംഗുലർ പോയിന്റ്. പിന്നെ ഇവിടെ മാത്രമല്ല, ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് കാണാം അവിടെ പൈ എന്ന ഡിഗ്രിയിലും വേർട്ടിക്കലാണ് ടാൻജന്റ്. ഫിഗർ നോക്കുമ്പോൾ തന്നെ ഇതെല്ലാം മനസ്സിലാകുന്നതാണ്. ജസ്റ്റ് കൺഫർമേഷന് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ടെക്സ്റ്റിൽ ഇങ്ങനെ ഫിഗർ വരച്ചും കൂടെ അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കൺഫർമേഷൻ ഉപയോഗിക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി സർ. ശരി.